അയ്യോ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല മസാലയുണ്ട്. കണ്ടില്ലേ, ഇതാണ് മസാല ബോണ്ട. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് സിമ്പിളായിട്ട് അടിപൊളി ഒരു മസാല ബോണ്ട ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ബോണ്ട പൊരിക്കാനുള്ള മാവ് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. നമുക്കിവിടെ ഒരു പാത്രം വെക്കാം. അതിൽ 1 കപ്പ് കടലമാവ്, അതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇടാം. 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇടാം. അരിപ്പൊടി ഇടുന്നത് നമ്മൾ പൊരിക്കുമ്പോൾ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. 1 ടീസ്പൂണ് മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് സോഡയാണ് ഇടുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. അതിൽ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടുകളിലും ബേക്കിംഗ് സോഡയാണ് ഉണ്ടാകുക. ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/4 സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 നുള്ള് കായത്തിൻ്റെ പൊടി ഇടുകയാണ്. പാകത്തിന് നമുക്ക് ഉപ്പിടാം. എല്ലാം നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിൽ കുറേച്ച വെള്ളം ഒഴിച്ച് കലക്കാം. ഇതാ ഇതേപോലെ നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളും ഒന്നുകൂടി കട്ടിയിൽ വേണം കലക്കി വെക്കാൻ. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഇത്. നമുക്കിനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇവരെന്താ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാതെ ഇത് മാവ് കലക്കി വെച്ചെന്ന്. മാവ് കലക്കി ഫസ്റ്റിൽ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, മാവ് കലക്കി വെച്ചാൽ നമ്മൾ എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് മാവ് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതിനാണ് മാവ് ആദ്യം കലക്കി വെച്ചത്. ഞാനിവിടെ 800 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഞാനത് തോലോടെയാണ് വേവിക്കണത്. വേവിച്ച് കഴിഞ്ഞിട്ട് തോല് എടുക്കാം. ഇത് മുങ്ങ വെള്ളം വെക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് കത്തിക്കാം. അങ്ങനെ നമ്മളെ ഉരുളക്കിഴങ്ങ് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കാറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കാം, അതിൻ്റെ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് തോലൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇതാ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കുത്തി അങ്ങനെ കഷ്ണം ഉണ്ടാവുക. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാല ഉണ്ടാക്കാം. നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അയ്യോ, നമുക്കിതിൽ 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇനി ഇത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ മീഡിയം സൈസിൽ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 ഗ്രാം ഉള്ളി ഉണ്ടാവും കേട്ടോ. അത് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 2 ഇല്ലി കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടട്ട്, അതുവരെ നമുക്ക് ഇളക്കാം. വല്ലാതെ ബ്രൗൺ കളറിലൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് നന്നായിട്ട് ഉള്ളി വെന്ത് വാടി കിട്ടിയാൽ മതി. ഉള്ളി ഇതാ ഈ ലെവലിൽ വാടുക. ഇനി നമുക്കിതിലേക്ക് ഉള്ള മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഈ പാകത്തിന് നോക്കിയിട്ട് ഉപ്പിടാം. ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് പൊട്ടിട്ടോ. ഇനി നമുക്ക് മസാലയൊക്കെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് എടുത്തിടാം. കളയല്ല, അതാ പൂണ് മസാല. ഇതിനിപ്പം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് മസാലയും നന്നായിട്ട് മിക്സായി നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല്ലിച്ചപ്പൊന്ന് ഇട്ടിട്ട് ഇറക്കി വെക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. ഇതിൽ മല്ലിച്ചപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി അത് ഉരുളയാക്കി എടുക്കാം. ഇതാ നമുക്കിത് ഇത്ര വലുപ്പത്തിൽ ഉരുട്ടാം. നമുക്കിനി എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചിഞ്ഞെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണ്. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെന്തതാണ്. അപ്പം നമുക്കിത് ഈ മാവ് വേകണവരെ മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ആയിട്ടുണ്ട് എടുക്കാം. അതാ അങ്ങനെ നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഉള്ളിലൊക്കെ എങ്ങനെയുണ്ടെന്ന് പൊളിച്ചു നോക്കാം. അയ്യോ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല മസാലയുണ്ട്. കണ്ടില്ലേ, ഇതാണ് മസാല ബോണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.